ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ ഏറ്റവും വലിയ ചരിത്രം കുറിച്ചൊരു കഥയാണ്. ഇത് ബോബനും മോളിയുടെയും അല്ലെങ്കിൽ നിങ്ങൾ കേട്ട കുട്ടുസുണ്ടായിരുന്ന കഥയല്ല. ഇതൊരു നാട്ടിൽ ക്ഷാമം വന്ന് വെള്ളം എത്തിച്ചു കൊടുക്കാൻ തിരഞ്ഞെടുത്ത രണ്ട് വ്യക്തിത്വങ്ങളുടെ കഥയാണ്, പാബ്ലോയും ബ്രൂണോയും. ഇവിടെ പാബ്ലോ ഭയങ്കര സുന്ദരനും ആരോഗ്യവാനും നല്ല മുടിയും നല്ല തിളക്കുള്ള കണ്ണുള്ള വ്യക്തിയായിരുന്നു. ഹാർഡ്വർക്കേഴ്സ് എന്ന് പറഞ്ഞ വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉന്നത പഠിത്തം നേടിയൊരു വ്യക്തിയായിരുന്നു. അവൻ്റെ നാട്ടിൽ മോവാസ് അല്ലെങ്കിൽ കാട്ടുപോത്തേ എന്നാണ് ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത് അവൻ്റെ ആരോഗ്യം കാരണം. പക്ഷേ ഇവിടെ നമ്മുടെ ബ്രൂണോ വടി പോലിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പാവം, വലിയ സൗന്ദര്യമൊന്നും ഇല്ലല്ലോ. അവൻ്റെ അമ്മ എന്താണെന്നറിയില്ല അവനെ സുന്ദരാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ നാട്ടിൽ വെള്ളം എത്തിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് വ്യക്തികളിൽ പാബ്ലോ ഒരാളായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ബ്രൂണോയ്ക്ക് ഈ ജോലി എങ്ങനെയോ കിട്ടി. അങ്ങനെ നാട്ടിൽ വെള്ളം എത്തിച്ചു കൊടുക്കൽ പരിപാടി ആരംഭിച്ചു. ഇവിടെ നമ്മുടെ പാബ്ലോ ആരോഗ്യവനായ ചെറുക്കന് വെള്ളം എത്തിച്ചു കൊടുക്കാൻ വലിയ തടസ്സമൊന്നുമില്ലെങ്കിലും നമ്മുടെ ബ്രൂണോ വെള്ളം എത്തിച്ചു കൊടുക്കാൻ വളരെ വളരെ കഷ്ടപ്പെട്ടു. ചെറുക്കന് ഒരു കാര്യം മനസ്സിലായി, ഈ വെള്ളം എത്തിച്ച് നാട്ടുകാർക്ക് കൊണ്ട് കൊടുക്കുമ്പോഴാണ് പൈസ കിട്ടുന്നത്. പക്ഷേ ഈ പോക്ക് പോയാൽ ₹1 പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്തോ ഇരുന്നിരുന്ന് ചെറുക്കൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. ആ ഐഡിയ അവൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു. ഇവിടെ നമ്മുടെ പാബ്ലോ വലിയ കാശൊക്കെ ഉണ്ടാക്കി വലിയൊരു വീട് വെച്ച് അവൻ്റെ കാശും സാമ്പത്തികം ആഗ്രഹിച്ച് വന്നൊരു പെണ്ണുമ്പിള അവനെ കിട്ടി. എന്തോ ഇങ്ങനെ ഇരുന്നിരുന്ന് അവന് നല്ലൊരു വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് ആ പെണ്ണുമ്പിളിക്ക് എന്തിനാണെന്ന് അറിയത്തില്ല ഒരു കഴുതയും വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ നമ്മുടെ ബ്രൂണോ ചെറുക്കൻ കഷ്ടപ്പെട്ടു അവൻ്റെ ഉള്ള കാശെല്ലാം മുടക്കി ഒരു പൈപ്പ് ലൈൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഐഡിയ ഡെവലപ്പ് ചെയ്തെടുത്തു. ഇത് കണ്ട നാട്ടുകാർ അവനെ ചിരിച്ച് കളിയാക്കി കൊന്നില്ലാന്നേ ഉള്ളൂ. പക്ഷേ അവൻ്റെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ടിരുന്നു പാവം ബ്രൂണോ. അങ്ങനെ സമയം കടന്നുപോയി. സമയത്തിൻ്റെ കൂടെ പാബ്ലോയുടെ ആരോഗ്യവും പെതിയെ കാലുവേനയും നടുവേനയും കൈവേനയും എല്ലാം തുടങ്ങി. അവൻ്റെ ജോലി നിർത്തേണ്ടതായിട്ട് വന്നു പാവം. പക്ഷേ നമ്മുടെ ബ്രൂണോ ഉണ്ടാക്കിയ പൈപ്പ് ലൈൻ സിസ്റ്റം, നാട്ടുകാർ കളിയാക്കിയ സിസ്റ്റം, അത് അവനെ നാട്ടിൽ എന്നും വെള്ളം എത്തിച്ചുകൊണ്ടിരുന്നുകൊണ്ട് നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാക്കാൻ അവനെ സഹായിച്ചു. ഈ ഐഡിയ ഏറ്റവും ബെസ്റ്റാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കി. ഇങ്ങനെ ഇരുന്നപ്പോൾ ഇനി ഈ ആരോഗ്യനില വെച്ച് ആ പാബ്ലോയ്ക്ക് കാശുണ്ടാക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കിയ ഭാര്യ അവൻ്റെ കാശടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ബ്രൂണോ ചെക്കൻ അവനെ വന്ന് അവൻ്റെ പ്ലാൻ കാണിച്ചു കൊടുക്കുന്നത്. ഈ പ്ലാൻ്റെ ഏറ്റവും വലിയ രസം, നാട്ടിലെ വെള്ളം എത്തുന്ന എല്ലാ ദിവസവും അവന് കാശ് കിട്ടുകയും ഇതിൻ്റെ പുറം ആരോഗ്യം കളയേണ്ടതെന്ന് അവന് പറഞ്ഞ് മനസ്സിലാക്കി. ഈ പ്ലാൻ വെച്ച് അവന് മാത്രമല്ല യൂസ് ചെയ്യുന്ന ഏവർക്കും കാശുണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബക്കറ്റ് തിരയുകയാണോ, അതോ ലൈഫിൽ രക്ഷപ്പെടാൻ വേണ്ടി ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യുകയാണോ? ഇവിടെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെൽ എക്യുപ്ഡ് പൈപ്പ് ലൈൻ സിസ്റ്റമാണ്. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല പുതിയതായിട്ട് വരുന്ന ഏവർക്കും അവരവരുടെ സ്വന്തം പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യയുടെ ബെസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് ആയ മൈ ലൈഫിൻ്റെയും അതിലുള്ള ബെസ്റ്റ് ടീം എക്കോ ചേമ്പറിൻ്റെ സക്സസ് ക്യാമ്പയിനിൽ ഇന്ന് തന്നെ പങ്കുചേർന്നുകൊള്ളുക. നിങ്ങൾക്കും ഇതേപോലെ ഫിനാൻഷ്യലി ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും.